വടക്കേ ഇന്ത്യയിലെ മിഷണറി പ്രവർത്തകയായ സിന്ധുവിൻ്റെ അനുഭവസാക്ഷ്യമാണ് സാക്ഷ്യകൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായം. അതിതീവ്രമായ രോഗാവസ്ഥയിലൂടെ കടന്നുപോയ നിമിഷങ്ങളിൽ ദൈവത്താൽ ലഭിച്ച അത്ഭുത വിടുതലിൻ്റെ സാക്ഷ്യം. മരണത്തിനും ജീവനുമിടയിൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലെ കിടക്കയിൽ അരികിലേക്ക് ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് സിന്ധു. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തെക്കുറിച്ചും എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം തന്ന ചില അനുഭവങ്ങളെക്കുറിച്ചും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ജനിച്ചു വളർന്നത് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ ബാല്യകാലത്തിൽ എനിക്കൊരു 6 വയസ്സുള്ളപ്പോൾ എൻ്റെ പപ്പ മരിച്ചു. അതിനുശേഷം ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നുപോയി. സ്ട്രഗിളിങ് ഒരു ലൈഫായിരുന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിലും ഒക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചു വളർന്നു വന്ന ഒരാളാണ്. അതിനുശേഷം കർത്താവിനെ അറിയുവാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം ഒരു സാധാരണഗതിയിൽ നിന്നും ദൈവത്തെ അറിഞ്ഞതിൽ ആ ഒരു ലൈഫിലേക്ക് മാറ്റപ്പെട്ടു. അവിടെ നിന്ന് തുടർന്ന് വിദ്യാഭ്യാസം ചെയ്തു. എങ്കിലും കരിയർ ഞാൻ ഉദ്ദേശിച്ചതുപോലെ എവിടെ എത്തിച്ചേരാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. അതിനുശേഷം എൻ്റെ വിവാഹം കഴിയാനായിട്ട് ഇടയായി തീർന്നു. വിവാഹം കഴിച്ച വ്യക്തി നന്നായിട്ട് മദ്യപിക്കുകയും ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ വളർന്ന സാഹചര്യം അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെ സാഹചര്യം വളരെ വ്യത്യസ്തമായിരുന്നു. എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ലൈഫിനകത്ത് ഉണ്ടായി. അങ്ങനെ ആ ലൈഫ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഒത്തിരി വേദനയും ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ പപ്പ മരിച്ചത് ഒരു മദ്യപാനി ആയതുകൊണ്ടാണ് എൻ്റെ പപ്പ മരിച്ചത്. അപ്പം എനിക്കും അങ്ങനെ തന്നെ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഞാൻ ചിന്തിച്ചതിനേക്കാളും അപ്പുറമായിട്ടുള്ള ഒരു സ്വഭാവത്തിനുടമയ ഒരു വ്യക്തി. ഈ വ്യക്തിയെ എങ്ങനെ ആ ലൈഫ് മുന്നോട്ട് പോകുന്നൊരു ഭയങ്കര ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. എങ്കിലും പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവം എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുമെന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിനകത്ത് വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് നാളുകൾ ഞാൻ അതിനു വേണ്ടി കാത്തിരുന്നതിന് ശേഷം ജീവിതത്തിൻ്റെ പല പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ആ സമയത്ത്, അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു മേജർ സർജറി വേണ്ടി വന്നു. സർജറിയുടെ കാരണം എനിക്ക് ട്യൂബൽ പ്രഗ്നൻസി ഒരു ട്യൂബിനകത്ത് മുഴയായിരുന്നു. അപ്പോൾ ആ സർജറി എന്ന് പറഞ്ഞാൽ 2 ട്യൂബും കട്ട് ചെയ്ത ഒരു സർജറി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് മെഡിക്കൽ സയൻസ് അതല്ലെങ്കിൽ ഞാൻ കണ്ട ഡോക്ടർ പറഞ്ഞു, ഇനി കുട്ടികളുണ്ടാകുന്ന കാര്യത്തിൽ വളരെ സംശയമാണെന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. എങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങൾക്കൊരു തലമുറയെ നൽകി തന്നു. എൻ്റെ മോനെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് മെഡിക്കൽ സയൻസിന് ഞാനൊരു അത്ഭുതമായിരുന്നു. കാര്യം പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന ഒരു ഭയങ്കര ചോദ്യങ്ങളും അതിൻ്റെ ടെസ്റ്റിങ്ങുകളും കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. ആ സമയത്ത് ഞാൻ എൻ്റെ മോനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എന്നെ മാനസികമായിട്ട് ബലപ്പെടുത്താൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ മോനൊന്നുമില്ലെങ്കിൽ അംഗവൈകല്യമോ അല്ലെങ്കിൽ ഓട്ടിസം അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഡിഫക്റ്റ് അവനുണ്ടായിരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞതാണ്. പക്ഷേ അവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ആരോഗ്യമുള്ള നല്ലൊരു ആൺതലമുറയെ കാണുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഭാഗ്യം തന്നു. എനിക്ക് പിന്നീട് ഈ മക്കളില്ലാത്തവരെ കാണുമ്പോൾ ഭയങ്കര വേദനയാണ്. കാര്യം ഞാനതെൻ്റെ ലൈഫിനകത്ത് അനുഭവിച്ചതുകൊണ്ട് അങ്ങനെ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഭയങ്കര ഒരു ഭാരം തന്നുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ മോനൊരു 3.5 വയസ്സായ സമയത്ത് ഞാനൊരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി. അതൊരു ഹിന്ദു ഫാമിലിയാണ്. ആ ഫാമിലിയിൽ കല്യാണം കഴിഞ്ഞു. ഒത്തിരി വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ഒരു കുടുംബമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വർക്ക് സൈറ്റിൽ വർക്കിന് വന്ന ഒരു സഹോദരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് നല്ല വർക്കാണെങ്കിലും അദ്ദേഹം ആരോടും സംസാരിക്കാതെ എപ്പോഴും ഗ്ലൂമി ആയിട്ടിരിക്കുന്ന
അങ്ങനെ കണ്ടിട്ടാണ് അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത കൂട്ടത്തിൽ തൻ്റെ കുടുംബത്തിനകത്തുള്ള പ്രശ്നത്തെ തൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് ആ ഭാര്യയെ ഡിവോഴ്സ് കളയാനായിട്ട് ഫോഴ്സ് ചെയ്യും, അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ വളരെ വേദനയോടെ പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലി ആയിരുന്നു അത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഇങ്ങനെ രാത്രി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ എന്നെ തട്ടി വിളിക്കുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, ആരെയും കണ്ടില്ല. വീണ്ടും ഞാൻ കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ഫീലിങ്സും ഉണ്ടായി. ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഉള്ളിലിങ്ങനെ ഒരു നിർബന്ധം വന്നു. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന രാവിലെ വരെ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. എൻ്റെ സ്വസ്ഥത, എനിക്ക് കിച്ചണിലെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റാത്തൊരു അങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ ലൈഫിൽ വന്നു. ഞാൻ രാവിലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു അവരെ ഒന്ന് വിളിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ അവരെ വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, വേണോ, അവരൊരു ഹിന്ദു ഫാമിലിയാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സ്വസ്ഥതയില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവരെ വിളിച്ചു. എനിക്ക് അവരെ അറിയില്ല, സംസാരിച്ചിട്ടില്ല, ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷേ ഫോണിലൂടെ അവരുടെ അടുത്ത് സംസാരിച്ചു. ഞാൻ അധിക വിശേഷങ്ങളോ വർത്തമാനങ്ങളോ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ഒരുപക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുമ്പം നിങ്ങളൊരുപക്ഷെ എന്നെ കളിയാക്കുകയായിരിക്കും, പക്ഷേ എങ്കിലും എനിക്കത് പറയാതിരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പം പ്രാർത്ഥിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ കയറി ഇറങ്ങാത്ത ഹോസ്പിറ്റലുകൾ ഇനിയില്ല, അതുപോലെ തന്നെ വഴിപാടുകളും നേർച്ചകളും കാഴ്ചകളും ഇല്ല. 6 വർഷം കഴിഞ്ഞായിരുന്നു അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഒത്തിരി അവരുടേതായിരിക്കുന്ന ഒത്തിരി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് പരാജയപ്പെട്ട ഒരു സമയത്താണ് വിളിക്കാനിടയായിത്തീർന്നത്. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ആ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ കൈ നിങ്ങളുടെ വയറിൽ വെക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അന്ന് എനിക്കങ്ങനെ പ്രാർത്ഥിക്കാനോ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ എക്സ്പീരിയൻസോ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. ഞാനും കർത്താവിനെ അറിഞ്ഞൊരു തുടക്കം മാത്രമേ ഉള്ളൂ എനിക്ക്. പക്ഷെ ഞാനതങ്ങനെ സംസാരിച്ചു, പ്രാർത്ഥിച്ചു, വെച്ചു. പിന്നെ ഞാൻ എൻ്റെ ലൈഫിനകത്ത് ഭയങ്കരമായിട്ട് കൂളായി. കാര്യം അതുവരെ ഉണ്ടായിരുന്ന ആ സ്വസ്ഥത നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഞാൻ ഒത്തിരി എന്തൊക്കെയോ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം ഫീൽ ചെയ്തു. അതിനുശേഷം അതങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ തുടർന്ന് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു 1.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് എനിക്കൊരു കോള് വീണ്ടും വന്നു. ആ കോള് വന്ന ശേഷം ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഞാൻ ആദ്യം എനിക്കൊന്ന് ചെറിയൊരു ഭയം പോലെ വന്നു. പിന്നീട് അവർ പറഞ്ഞു ഞാൻ കൺസീവ് ആണെന്ന് പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു. കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ആണോ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. എങ്കിലും അവർ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാര്യം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് അന്ന് ഒരിക്കൽ കൂടി അനുഭവിച്ചറിഞ്ഞു. അതിനുശേഷം വീണ്ടും ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഇരട്ട കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞു. അത് ആ കാര്യം നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് എൻ്റെ മോനുണ്ടായ സമയത്ത് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് തന്നെ എന്തോ മിറാക്കിളാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിച്ചതാണ്. ഇങ്ങനെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ എന്നെ കണ്ടൊരു ഡോക്ടർ ഒരു പ്രൊഫസറായിരുന്നു. ഡോക്ടർ എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് ആദ്യത്തെ ഒരു സംഭവമാണ്. കാര്യം 2 ട്യൂബ് മുറിച്ചൊരാൾക്ക് ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് ഒരു മിറാക്കിളാണ്. അപ്പം ഇനി ഒരു കുഞ്ഞിനെക്കുറിച്ച് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു വചനമുണ്ട്, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം വന്നു എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ആ വചനത്തിന് ജീവനുണ്ടെന്ന് ഞാൻ അറിഞ്ഞ ഒരു അനുഭവമാണ്. കാര്യം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇനി തലമുറയെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞെടുത്ത് ദൈവം എനിക്ക് വീണ്ടും ഒരു കുഞ്ഞിനെ ഉദരത്തിനകത്ത് വഹിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു.
ഞാൻ അവളെ ക്യാരി ആയ സമയത്ത് ഒത്തിരി ഒരു മെഡിസിൻ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയി. അതുകൊണ്ട് തന്നെ ഒരു പ്രീമച്വർ ബേബി ആയിട്ട് 8-ാം മാസത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവളെ എമർജൻസി ആയിട്ട് മരിച്ചു പോകും എന്നൊരു കണ്ടീഷനിൽ അവളെ സിസേറിയൻ ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അവളെ എടുത്തു. വളരെ തൂക്കക്കുറവായിരുന്നു. അവൾ വേറെ ഹോസ്പിറ്റലിൽ അവളെ സിസേറിയൻ ചെയ്ത് എടുത്ത സമയത്ത് എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. കാര്യം അനക്കമില്ലായിരുന്നു. ഞാൻ നേഴ്സിംഗ് പഠിച്ചതുകൊണ്ട് അവരെന്താണോ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അവളെക്കുറിച്ച് ചോദിക്കുകയും അല്ലെങ്കിൽ അവളെ NICUലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ലാസ്റ്റ് എൻ്റെ സിസേറിയൻ സ്യൂച്ചറിങ് തീർന്ന സമയത്ത് എൻ്റെ ഡോക്ടർ പെട്ടെന്ന് അവളുടെ കാര്യം വിളിച്ച് ചോദിക്കും. പെട്ടെന്ന് ഡോക്ടർ ഇങ്ങനെ അയ്യോ എന്ന് വെച്ച സമയത്ത് ഞാൻ ചിന്തിച്ചു, എൻ്റെ കുഞ്ഞ് തീർന്നു എന്ന പെട്ടെന്ന് അങ്ങനെ ഒരു തോട്ട് എൻ്റെ ഹൃദയത്തിനകത്ത് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു BP ഹൈ ആയിട്ട്, ഞാനിങ്ങനെ ഒരു ശ്വാസം വലിച്ച കൂട്ടത്തിൽ അത് ഹൈ BP ആയിട്ട് സ്യൂച്ചറിൻ ചെയ്തതെല്ലാം വിട്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് അത് ഓപ്പണായ സ്യൂച്ചറിങ് കഴിഞ്ഞ് ആ ടൈമിൽ തന്നെ ആ വൂണ്ട് വീണ്ടും ഓപ്പണായി. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. വീണ്ടും അനസ്തേഷ്യ തന്ന് വീണ്ടും അത് തുന്നുന്ന അല്ലെങ്കിൽ സ്യൂച്ചറിങ് ഇടുന്ന ഒരു അവസ്ഥയിലേക്കും ആ അവസ്ഥ അങ്ങനെ വന്ന സമയത്ത് എൻ്റെ ബ്ലാഡറിന് ഒരു ചെറിയ മുറിവ് പറ്റുന്ന അങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ കടന്നുപോയി. എന്നെ അവിടെ ICUലേക്ക് കയറ്റി. ബ്ലീഡിങ് വന്നു. 4 ബോട്ടിലോളം ബ്ലഡ് കയറ്റേണ്ട ഒരവസ്ഥ വന്നു. ഇങ്ങനൊരു കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന ഒരവസ്ഥ, മരിക്കുമോ ജീവിക്കുമോ എന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. എൻ്റെ കുഞ്ഞാണെങ്കിൽ അവിടെ നിന്ന് കുറച്ചും കൂടി കെയറുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അവളെ അഡ്മിറ്റാക്കി. ഞാൻ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് എൻ്റെ കുഞ്ഞിനെ കണ്ടത്. ഞാൻ ആ NICUയിൽ കയറി എൻ്റെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു കാര്യമാണ്. എനിക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. കാര്യം ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞപ്പം ഒരു മോനുണ്ടായ സമയത്ത് അതിൽ ഞാൻ തൃപ്തിയായിരുന്നു. പക്ഷേ ഈ ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 1400 ആ ഒരു തൂക്കത്തിൽ ആ കുഞ്ഞിനെ ഒരു ചെറിയൊരു പാവക്കുട്ടിയുടെ അത്രയ്ക്കുള്ളൂ. ഞാനിങ്ങനെ ചിന്തിച്ചു, ആ കുഞ്ഞിനെ ഞാൻ എങ്ങനെ കെയർ ചെയ്യും, എങ്ങനെ ഞാൻ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കും. അതിനെ ഒന്ന് കയ്യിലെടുക്കാൻ പോലും പേടിക്കുന്ന ഒരു അനുഭവത്തിലുള്ള അത്രയും വലുപ്പമുള്ള കുഞ്ഞ്. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, പിന്നെ എന്തിനാ തന്നെ. പക്ഷേ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഇങ്ങനെ ഇടപെട്ടു, നീ അവളുടെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിക്ക് എന്ന് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ കിട്ടി. ഞാൻ അവളുടെ ദേഹത്ത് അവളുടെ പുറത്ത് ഞാനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ തൊട്ട് അടുത്തൊരു മിറാക്കിളിന് അല്ലെങ്കിൽ തുടക്കം കുറിച്ചു. ഇപ്പോൾ ഞാൻ അങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചോ അപ്പോൾ മുതൽ അവൾ മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങി. കാര്യം അവളുടെ ഷുഗർ ലെവല്, അതുപോലെ തന്നെ പൾസ് റേറ്റ് ഭയങ്കര കുറവായിരുന്നു. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലുള്ളൊരു കുഞ്ഞായിരുന്നു. കാര്യം 1% പോലും അവൾക്ക് ചെവി കേൾക്കത്തില്ലായിരുന്നു. അവളുടെ ഹാർട്ടിന് വലിയൊരു ഹോളായിരുന്നു. അതുകൊണ്ട് ഡയറക്റ്റ്ലി പാല് കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റാത്ത ഒരു കുഞ്ഞായിരുന്നു. അപ്പോൾ പക്ഷേ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അവൾ അതുവരെ മരുന്നുകളോട് പ്രതികരിക്കാത്തൊരു കുഞ്ഞ്, ഓക്സിജനൊക്കെ വെച്ച് അങ്ങനെ ശ്വസിച്ചുകൊണ്ടിരുന്നൊരു കുഞ്ഞ് വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ട് ഓക്കെയായി. പാല് കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അവിടെ നിന്ന് കുഴപ്പമില്ല, കുഞ്ഞ് റിക്കവറായി എന്ന് പറഞ്ഞപ്പോൾ NICUയിൽ നിന്ന് ICUയിലേക്കും ICUയിൽ നിന്ന് മദർ വാർഡിലേക്കും മദർ വാർഡിൽ നിന്ന് ജനറൽ വാർഡിലേക്കും അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരുന്ന ഒരു ടൈമായിരുന്നു. ആ സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ അതേ ബെഡിൽ വേറൊരു കുഞ്ഞും കിടന്നിരുന്നു. അപ്പം ഞാൻ ചെല്ലുമ്പം ഞാനിങ്ങനെ ആരും കാണാതെയാണ് ഞാൻ അവളുടെ ദേഹത്ത് ഇങ്ങനെ കൈവയ്ക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ. പക്ഷേ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പം ഈ കുഞ്ഞിനിങ്ങനെ മാറ്റം വന്ന് പെട്ടെന്ന് റിക്കവറായി കഴിഞ്ഞപ്പോൾ ഒരു സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു മന്ത്രം അറിയാം, നിങ്ങൾ ഇങ്ങനെ മന്ത്രം ചൊല്ലുന്നത് ഞാനിങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഈ പ്രാർത്ഥിച്ചതിനെയാണ് അവരിങ്ങനെ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു അവസരം കിട്ടി. കാര്യം ദൈവത്തെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വേഗം എൻ്റെ യേശുവിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നത്, അത് യേശുവാണ്, യേശുവിനോട് പ്രാർത്ഥിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കതൊരു ഭയങ്കര കാര്യം, അവർ കണ്ട ഒരു കാര്യമാണ്. ആ കുഞ്ഞിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു എൻ്റെ മോള് കിടന്നിരുന്നത്. പക്ഷെ അതിൽ നിന്ന് റിക്കവർ ആയപ്പോൾ അവർക്കത് മനസ്സിലായി, എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ആ കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തന്നു. അതിനുശേഷം എന്നെ ജനറൽ വാർഡിലേക്ക്, അതായത് ഡിസ്ചാർജിൻ്റെ ഒരു ടൈമായി, എന്നെ ജനറൽ വാർഡിലേക്ക് മാറ്റി. ഞാൻ ആ വാർഡിലേക്ക് മാറി. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ സ്ത്രീ എൻ്റെ വാർഡിലൂടെ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ പെട്ടെന്ന് അതിൻ്റെ പേരെടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് ഓടി വന്നു. ഞാൻ ചേച്ചിയെ നോക്കി നടക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുണ്ട്, വിശേഷം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചേച്ചി എനിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. ഞാൻ ഒരുപാട് തവണ വോമിറ്റ് ചെയ്തു. ആ വോമിറ്റെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആയ സമയത്ത് എൻ്റെ കുഞ്ഞിനെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ആ കുഞ്ഞും മരുന്നിനോട് പ്രതികരിക്കുവാനായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് ആ കുഞ്ഞിനെയും തൊട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവളോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ 2 ആഴ്ച കൂടുമ്പം ചെക്കപ്പിന് പോകണം. ആ ചെക്കപ്പിന് പോയ സമയത്ത് ഞങ്ങൾ വീണ്ടും മകളെ കണ്ടു. അവൾക്ക് ഞങ്ങളൊരു ബൈബിൾ കൊടുക്കാനും യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അവരുടെ അടുത്തുള്ള ഏതെങ്കിലും പ്രാദേശിക സഭയിൽ കടന്നുപോയി ദൈവത്തെ ആരാധിക്കാനൊക്കെ പറഞ്ഞു കൊടുത്തു. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവളുടെ ഹാർട്ടിന് 2 വയസ്സൊക്കെ ആകുമ്പോൾ ഓപ്പൺ സർജറി വേണം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം പൂർണ്ണമായിട്ടും അവളുടെ ഹാർട്ടിൻ്റെ ഹോള് അടച്ചു. അതുപോലെ തന്നെ കേൾവിശക്തി 1% പോലും ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 100% അവളുടെ കേൾവിശക്തി അവൾക്ക് തിരിച്ചു കിട്ടി. ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിട്ട് ഇന്നും ജീവിച്ചിരിക്കുന്നു. സ്വന്തം കുഞ്ഞിൻ്റെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞിന് ലഭിച്ച സൗഖ്യം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആത്മീക അനുഭവമാണ്. മരുന്നുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഒരു നിമിഷാർത്ഥത്തിലെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് സിന്ധു വിശ്വസിക്കുന്നു. നമ്മുടെ ദൈവം എത്ര സർവശക്തനാണ്, എത്ര അത്ഭുത മന്ത്രിയാണെന്ന് ജീവിതത്തിനകത്ത് അനുഭവിച്ചറിഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കഷ്ടം വരുന്നുണ്ടെങ്കിൽ ആ കഷ്ടം നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ആ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന മറ്റൊരു വ്യക്തിയെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് കുറച്ചും കൂടി അറ്റാച്ച് ആവാനായിട്ട് കഴിയും. ആ വ്യക്തിയെ കർത്താവിന് വേണ്ടി നേടുവാനായിട്ട്, ആ വ്യക്തിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബലപ്പെടുത്തുവാനായിട്ട് നമ്മുടെ കഷ്ടത നമ്മളെ അതിലൂടെ നമ്മളെ കടത്തിവിടുന്നത് അതിനു വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ആര് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിനോട്, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന വ്യക്തിയോട് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒത്തിരി അനുഭവങ്ങളിലൂടെ കർത്താവ് ഇങ്ങനെ കടത്തിവിട്ടു. രോഗങ്ങൾ, ഒരു സമയത്ത് എൻ്റെ ശരീരം മുഴുവൻ ഒരു സ്കിൻ ഡിസീസ് വന്ന് ഞാൻ 1 വർഷത്തോളം സ്കിൻ ക്യാൻസർ എന്ന് പറഞ്ഞ് ഞാൻ അതിന് മരുന്ന് എടുത്ത വ്യക്തിയാണ്. പക്ഷേ അവിടെയും മരുന്നുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഒറ്റൊരു ദിവസത്തെ ഒരു പ്രയറിന് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രാർത്ഥിച്ചു, ഒരു ദേവദാസൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അതൊരു പൈശാചിക ബന്ധനമാണെന്ന് തിരിച്ചറിഞ്ഞു. അത് എൻ്റെ ശരീരം വിട്ടു മാറി. പൂർണ്ണമായിട്ടും 1 വർഷത്തോളം മെഡിസിൻ കഴിച്ചിട്ട് മെഡിസിന് മാറ്റാൻ കഴിയാത്തത് ഒറ്റൊരു പ്രാർത്ഥന കൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം രോഗികൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കും എന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അന്ന് മുതൽ ഞാൻ തലമുറയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എവിടെ രോഗികളെ കണ്ടാലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി.
പിന്നെയും ഞാൻ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ഒന്ന് വീണിട്ട് എൻ്റെ ഈ ഇടത് ഷോൾഡർ ഫുള്ളായിട്ട് അത് ക്രാക്കായി. ഷോൾഡർ ആയതുകൊണ്ട് നമുക്ക് അവിടെ പ്രത്യേകിച്ച് പ്ലാസ്റ്റർ ഇടാനോ സർജറി അല്ലാതെ അതിനകത്ത് വേറൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് സർജറി ചെയ്യണ്ട എന്ന് പറഞ്ഞു. അതും ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് എനിക്ക് അവിടെയും ഒരു പൂർണ്ണ സൗഖ്യം തന്നു. വിശ്വാസം ഒരു സമയത്ത് ഞാൻ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു. ആ മീറ്റിങ്ങിൽ എന്നെ അവർ കാണുന്നില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പം ഒരു സൂം മീറ്റിംഗ് ആയിരുന്നു. അതിനകത്ത് മെസ്സേജ് കൊടുത്ത ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, ഇതിനകത്ത് ഷോൾഡറിന് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി കയറിയിട്ടുണ്ട്. വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ അല്ല, വിശ്വാസം നിങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം ദൈവം തരുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വിശ്വാസത്താൽ ഞാനൊരു സ്ലിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്ലിങ് ഉരുകളഞ്ഞു. വിശ്വാസത്താൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവിനെ സൗഖ്യമാക്കി. ശരിക്കും പറഞ്ഞാൽ അന്ന് രാത്രി ഞാനൊരു തരി പോലും ഉറങ്ങിയില്ല. കാര്യം എനിക്ക് അത്രയും പെയിനായിരുന്നു. പക്ഷേ ആ പെയിൻ്റെ ഉള്ളിലും ഞാനിങ്ങനെ വിശ്വാസം പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവ് എന്നെ സൗഖ്യമാക്കി, കർത്താവ് എന്നെ തൊട്ടു. അടുത്ത ദിവസം ഞാൻ ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർ പറയും അത് ഹീലായി, അല്ലെങ്കിൽ അതിനൊരു മാറ്റം വന്നു എന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിച്ചു. പറഞ്ഞുകൊണ്ടേയിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെക്കപ്പിന് പോയി കഴിഞ്ഞപ്പോൾ എന്താണോ ഞാൻ വിശ്വസിച്ചത് അതെൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ ശരീരത്തിനകത്ത് കാണുവാൻ എന്നെ സഹായിച്ചു. പൂർണ്ണമായിട്ടും അത് ഹീലായി. എല്ല് പൊട്ടിയത് അത് ജോയിൻ്റായി എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അവരുടെ അടുത്ത് ചെക്കപ്പിന് പോയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വെച്ചാണ് ആ ഒരു വീഴ്ച സംഭവിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ കേരളത്തിലെ ആളുകളായതുകൊണ്ടാണ് ഇങ്ങനെ ഹീലായതെന്ന് പറഞ്ഞു. കാര്യം 2.5 മാസക്കാലം എൻ്റെ കൈ അനക്കാൻ വയ്യാതെ ഇരുന്നതാണ്. അപ്പോൾ കൈ അനക്കാതിരുന്ന ഒരു വ്യക്തിക്ക് കൈ മുകളിലോട്ടും സൈഡിലോട്ടും ഒന്നും നീങ്ങത്തില്ല. കാര്യം അവിടുത്തെ മസിലുകളെല്ലാം ടൈറ്റായിട്ടിരിക്കും. അപ്പം ആ ടൈറ്റായ മസിലുകളെ റിലീസ് ചെയ്യണമെങ്കിൽ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാതെ ഒരിക്കലും കൈ അനക്കാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവ് എനിക്ക് സൗഖ്യം തന്നപ്പോൾ ഒരു പാക്കേജ് ഫുള്ളായിട്ടാണ് തന്നത്. കാര്യം ആ കൈ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൈ മുകളിലേക്കും താഴത്തേക്കൊക്കെ അനക്കാനായിട്ട് പറ്റി. പിന്നീട് ഞാനിങ്ങനെ ചില ദിവസങ്ങളെടുത്ത് എക്സസൈസ് ചെയ്ത് പൂർണ്ണമായിട്ടും ആ കൈ എനിക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു ദേവദാസൻ പറഞ്ഞു, സിസ്റ്റർ മേലെ അസാധാരണമായ സൗഖ്യത്തിൻ്റെ ഹീലിംഗ് മിനിസ്ട്രി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. അന്ന് മുതൽ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ അനുഭവത്തിൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവ് പൂർണ്ണ സൗഖ്യം അവർക്ക് കൊടുത്തത് അതിൻ്റെ സാക്ഷ്യം കേൾക്കാനിടയായിത്തീർന്നു. ജീവിതശൈലി രോഗം എന്ന് പറയുന്ന BP, അതുപോലെ തന്നെ ഷുഗർ പോലുള്ള രോഗങ്ങൾ പ്രാർത്ഥിച്ച് പൂർണ്ണമായും മാറിപ്പോയ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പം നമ്മുടെ ദൈവം എത്ര വിശ്വസ്തൻ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് വീണ്ടും വീണ്ടും ദൈവം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരിക്കൽ കള്ളുകുടിയനായിരുന്ന ഒരു വ്യക്തി, ഇന്ന് ദൈവം അദ്ദേഹത്തെ തൊട്ടു. ഞങ്ങൾ കുടുംബമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പഞ്ചാബിൻ്റെ ദേശത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അനേകരെ സൗഖ്യമാക്കുവാനും അനേകർക്ക് വേണ്ടി അനേകരോട് കർത്താവിനെ പറഞ്ഞു കൊടുക്കാനും ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും പല സംസ്ഥാനങ്ങളിലും ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഓടുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് മറ്റനേകർക്ക് വേണ്ടി സിന്ധു പ്രാർത്ഥനകളിൽ സജീവമാവുകയാണ്. ഒഴുകുന്ന കണ്ണീരുകൾക്ക് ആശ്വാസമായി പ്രാർത്ഥനാ കൂട്ടായ്മകൾ മാറുകയാണ്. വിടുതൽ ആഗ്രഹിക്കുന്ന ഏവർക്കും ക്രിസ്തുവിൻ്റെ സ്നേഹസ്പർശം പുതുജീവൻ പകരുകയാണ്.